വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ ഹംപിയിലുള്ളത്. ഹംപിയിലെ കാഴ്ചകളുടെ രണ്ടാമത്തെ ഭാഗമാണുള്ളത്. ഹംപിയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ വിരൂപാക്ഷ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറയേണ്ട ഈ വിരൂപാക്ഷ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ പരിധിയിലെ കാഴ്ചകളാണ് നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്ത്. അതൊക്കെ കാഴ്ചകൾ പ്രേക്ഷകരെ കാണിച്ച ശേഷം ഞങ്ങൾ എന്ത് ചെയ്യാം, നേരെ റൂമിൽ പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയ ശേഷം നമ്മൾ അടുത്ത കാഴ്ചകളിലേക്ക് പോവാണ്. ഇപ്പൊ സമയമുണ്ടല്ലോ 3:30 അപ്പൊ ഇവിടുന്ന് ഇനി ഒരു 5 കിലോമീറ്റർ മാറിയിട്ടുള്ള കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ അങ്ങോട്ടേക്ക് ഇനി ഓട്ടോ ബസ് ഒന്നും അറിയില്ല, പോയി നോക്കണം. തൊട്ട് ഇവിടെ തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ട്, നമുക്ക് അവിടെ ആദ്യം പോയി നോക്കാം. ഇവിടെ ഒരു കൂട്ടം കുരങ്ങന്മാരത്ര ഉണ്ട്. എല്ലാ പണി കിട്ടും, അധികം അടുത്തൂടെ പോകണ്ട, നമുക്ക് ഇങ്ങനെ പോകാ. അവന്മാരവിടെ ഉണ്ട്. ഇവിടെയാണ് ബസ്സൊക്കെ വന്ന് നിൽക്കുക. അവരിപ്പോൾ ബസ്സൊന്നും കാണുന്നില്ല, മിക്കവാറും ഒരു ഓട്ടോ ആക്കി പോകേണ്ടി വരും. നമ്മൾ ഹൊസപ്പേട്ടയിൽ നിന്ന് ഹംപിയിലേക്ക് ബസ്സിന് വന്നപ്പോൾ ഇനി ഇവിടെയാണ് ബസ് വന്ന് നിന്നത്. ഇവിടെ ഇനിയിപ്പോൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈം ഒരുപാട് പോകും, നമുക്ക് സമയം അധികമായി ചിലവഴിക്കാനില്ല. ഇവിടെ നിന്ന് അവിടത്തേക്ക് ക്യൂൻസ് ബാത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗത്തേക്കാണ് ആദ്യം പോകേണ്ടത്. നമുക്ക് ഓട്ടോൻ്റെ പ്രൈസൊക്കെ ചോദിച്ചു നോക്കാം. ഒരു ഓട്ടോയിൽ പോവാം. അപ്പോൾ അവിടത്തേക്കൊരു 5 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട്. ശ്രീകൃഷ്ണ ടെമ്പിൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇതിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെ എടുത്തിട്ടുള്ളത് തന്നെയാണ്. ഇതുവഴി തന്നെയാണ് നമുക്ക് പോകാനുള്ളത്. കുറച്ച് ദൂരം കൂടുതലായതുകൊണ്ടാണ് നടക്കാൻ പറ്റാതെ വണ്ടിയാക്കി പോകുന്നത്. അവിടെ നമുക്കെല്ലാം നടക്കാം. ഞങ്ങൾ അവിടെ നിന്ന് ഈ ഒരു ഓട്ടോക്കാണ് വന്നത്. 150 രൂപയായുള്ളൂ കേട്ടോ, 2 പേർക്കും കൂടി. ഇനിയിപ്പോൾ ക്യൂൻസ് ബാത്തൊക്കെ ഉള്ളത് ഈ ഒരു ഭാഗത്തേക്കാണ്, നടന്നിട്ട് പോകാം. ഇവിടെ തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതിൻ്റെ ഓരോ കാഴ്ചകളിലേക്കും ഞങ്ങൾ ഇറങ്ങുകയാണ്. ക്വീൻസ് ബാത്ത് വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരും റാണിമാരും കുളിക്കാൻ ഉപയോഗിച്ച ഒരു കുളമാണ് ക്വീൻസ് ബാത്ത്. ഇതിൻ്റെ അകത്തേക്ക് കാരണം ഇതുവഴിയല്ല, ഏത് വഴി വേണമെങ്കിലും നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും. ഇതുവഴി ഇങ്ങനെ വളഞ്ഞു പോവാം. നല്ലൊരു ഗാർഡനാണ് ഈ ഒരു ഭാഗം മുഴുവനും. പണ്ട് കാലത്ത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തും വെള്ളം സംഭരിച്ച് വെക്കുമായിരുന്നു. ഇതുവഴിയാണ് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി സാധിക്കുക. ഇതാണ് ആ ഒരു കുളം. പണ്ട് കാലത്ത് രാജാക്കന്മാരൊക്കെ വന്ന് കുളിക്കുന്നത് ഇവിടെ നിന്നാണ്. 1.8 മീറ്റർ നീളം വരുന്നതാണ് ഈ പറയുന്നൊരു ബാത്ത് പൂളിന്. ഇവിടുത്തെ ആ ഒരു ജനലിൻ്റെ എല്ലാം ഒരു ഇത് കണ്ടാതാ, നല്ല രസമാണ്. നല്ലൊരു പണി തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇറങ്ങാൻ അങ്ങ് അതിലൂടെ ഒരു ചെറിയൊരു വഴിയുണ്ട്. ഏതൊരു ഭാഗം വഴി നമുക്ക് ഇതിൻ്റെ ഒരു നല്ലൊരു വ്യൂ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നോ എൻട്രി, അതായത് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇറങ്ങാനൊന്നും വേണ്ടി സാധിക്കില്ല. പിന്നെ ഇതിലേക്ക് വെള്ളം വരുന്നൊരു ഭാഗമാണ് അങ്ങ് അവിടെയൊക്കെ കണ്ട, അതുവഴിയൊക്കെയാണ് വെള്ളം വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ചെറിയ ഇതൊക്കെ കാണുന്നുണ്ട്, അത് വെള്ളം പുറത്തേക്ക് പോകുന്നൊരു സെറ്റപ്പ് ആയിരിക്കാം. ക്വീൻസ് ബാത്തിൻ്റെ ഇവിടുന്ന് നമ്മളിനിപ്പോൾ നേരെ അടുത്തതായി പോകുന്നു മഹാനവമി ഡിബ്ബ. ഇവിടുന്ന് കറക്റ്റ് 650 മീറ്റർ ആണുള്ളത്. ഈ ഒരു വഴിയാണ്. നമുക്ക് ഈ ഒരു ഹംപിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കും പോകണമെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ ആക്കണം എന്നില്ല. കാരണം ഇപ്പം നമ്മൾ നേരത്തെയുള്ള ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ വരണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട്, ഒരു 4-5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നടന്നു വരാൻ സാധിക്കില്ലല്ലോ. പക്ഷേ ഇവിടുന്ന് തന്നെ ഓരോ ഭാഗത്തേക്കും പോകുമ്പോഴും 600 മീറ്റർ, 400 മീറ്റർ, 300 മീറ്റർ അങ്ങനെയുള്ളൂ. അത് പിന്നെ ഓട്ടോ ആക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ അല്ലേ, ആക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഹംപിയിൽ എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ബൈക്കായാലും സൈക്കിളായാലും നമുക്ക് റെന്റിന് എടുക്കാം. പക്ഷേ പല സ്ഥലങ്ങളിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും,
അവിടെയൊക്കെ ഉണ്ടല്ലോ നമുക്ക് നടന്ന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അടുത്തൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്, ദ റോയൽ എൻക്ലോഷർ. ഇതിൻ്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല കാറ്റാണ് ഇവിടെ ഇപ്പോൾ. ഇതുവഴിയാണ് കയറി പോകേണ്ടത്. പിന്നെ ഈ ഒരു ഹംപീൻ്റെ ചെറിയൊരു മാപ്പ് തന്നെയാണിത്. ചെറിയൊരു മാപ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു ആർ അറ്റ് ഹിയർ. ഇവിടെ ഇത് ഹംപിയിൽ കാണേണ്ട സ്ഥലത്തിൻ്റെ ഒരു ലിസ്റ്റാണേ. ഇതിൽ നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു 49ാമത്തെ ഇതിൽ മഹാനവമി ഡിബ്ബ ഇവിടെയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്ഥലത്തിൻ്റെ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തോ. ഇത്രയും സ്ഥലത്ത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും. ഇതിലൊട്ടുമിക്ക സ്ഥലത്തും ഞങ്ങൾ ഫസ്റ്റ് പാർട്ടിൽ പോയി. നല്ല കാറ്റ് വരാൻ കാരണം വേറൊന്നുമല്ല, നല്ല മഴക്കാറ് പിടിച്ച് വരികയാണ്. ഇടിയൊക്കെ ഉണ്ട് ഇവിടെ. ഇതിന്റെ മേലെ കയറിച്ച് നല്ല മഴയും കൂടെ പെയ്താൽ പെട്ടു പോകുമല്ലേ നവി? നമ്മൾ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് നമ്മളെ സമയം പരിമിതമാണ്. ആ സമയത്ത് മഴയും കൂടെ പെയ്താൽ അവസാനിച്ചൊക്കെ പെട്ടുപോകും. പിന്നെ വേറെ കാര്യമുണ്ട്, ഇവിടെ നിന്ന് അധികം ആൾക്കാരൊന്നും ഇല്ല. ഇവിടെ കയറിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണാനായി സാധിക്കുക. അതിൻ്റെ ചെറിയൊരു ഇത് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ശരിക്കുള്ള പേര് മഹാനവമി ഡിബ്ബ എന്നാണ് കേട്ടോ. അതിൻ്റെയാണ് ആ ഒരു പേര് അങ്ങനെ മറ്റേ രീതിയിലും വരുന്നത്. ഇവിടെ മെയിനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പടിക്കെട്ടുകളാണ് കാണാനായിട്ട് സാധിക്കുക. അധികം ആൾക്കാർ വരുന്നതിന് മുന്നേ തന്നെ നമുക്കിതിന് ഏറ്റവും മുകളിലേക്ക് കയറാം. കുറച്ച് പടികൾ കയറിയാൽ തന്നെ ഈ ഒരു ഭാഗത്തും അത് കഴിഞ്ഞാൽ വീണ്ടും കയറാം. അങ്ങനെ ഓരോരോ തട്ടുകളാണ്. അടുത്തൊരു തട്ട്, കുറച്ച് കയറുമ്പോൾ തന്നെ അടുത്ത ചെറിയൊരു തട്ട്. ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാലുള്ള കാഴ്ച നമുക്ക് കാണണ്ടേ? ഇതാണ്. ഇതാണ് ഈ ഒരു ഭാഗത്തെ മുകൾ എത്തിക്കഴിഞ്ഞാലുള്ള മെയിനായിട്ടുള്ള ഒരു കാഴ്ച. അതായത് ഈ ഒരു ഭാഗത്ത് ഏറ്റവും ഉയരേറിയ ഒരു കെട്ടിടമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന മഹാനവമി ഡിബ്ബ. ഹംപിയിലെ പ്രധാനപ്പെട്ട ഒരു കുളമാണ് ബ്ലാക്ക് സ്റ്റോൺ പുഷ്കർണി. അതാണ് ഈ തൊട്ട് മുന്നിൽ കാണുന്നത്. പക്ഷികളുടെ കരച്ചിലൊക്കെ കേട്ടില്ലേ? ഈ കുളത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പടവുകൾ തന്നെയാണ്. നല്ല ആകൃതിയിലാണ് ഈ ഒരു കുളം നിർമ്മിച്ചിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ഒരു ആകൃതി തന്നെയാണ്. കണ്ടില്ലതാ, ഓരോ പടവിനും ഓരോരോ രീതിയിൽ തന്നെയാണല്ലോ. ഒന്നാമത്തെ പടവ് 2, 3 അങ്ങനെ കയറി പോവുകയാണ്. പിന്നെ ഇത് വെള്ളം ഒഴുകി വരുന്ന അല്ലേ? അതന്നെ അല്ലേ? ഇത് കണ്ടിട്ട് തോന്നുന്നു നമുക്ക് എന്താ പറയാ, വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു ഭാഗം. മിക്കവാറും നമ്മുടെ തുംഗഭദ്ര നദിയൊക്കെ ഈ പറഞ്ഞ ഹംപിന്റെ സൈഡിൽ തന്നെയാണല്ലോ ഉള്ളത്. തീർച്ചയായും അവിടുന്ന് എങ്ങനെങ്കിലും വെള്ളം ഇവിടെ എത്തിക്കുന്ന ഒരു പ്രക്രിയയാണെന്നാ തോന്നുന്നു. നമുക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവില്ലല്ലോ. അതെ 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 അതെ. പിന്നെ ഈ ഒരു ഭാഗത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ വേറൊരു സീക്രട്ട് ചേംബറും കൂടി ഉണ്ട്. അതെനിക്ക് തോന്നുന്നു അങ്ങ് അവിടെ എവിടെയെങ്ങോ ആണല്ലേ? ഗൂഗിളിൽ ഞാനും കണ്ടായിരുന്നു. അത് നോക്കിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. കാരണം അത് നമ്മുടെ ഭൂമിന്റെ അടിയിലേക്കുള്ള ഒരു സംഭവമാണത്. ഇതുവഴി നടക്കാം. പബ്ലിക് ബാത്ത്. ഇനി ഇതിൻ്റെ അകത്ത് എന്താന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ രാജാക്കന്മാരും റാണിമാരും കുളിക്കുന്ന ഒരു കുളം കണ്ടില്ലേ, നമ്മുടെ ക്യൂൻസ് ബാത്ത്? അതല്ല ഇത് പബ്ലിക് എല്ലാവർക്കും കുളിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വലിയൊരു കുളം. പക്ഷെ എൻ്റെ പൊന്നോ, എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടിയും കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു ഇതാണെന്നാണ് തോന്നുന്നു. ഇതാകുമ്പോൾ ഇവിടുത്തെ നാട്ടിലെ ആൾക്കാർക്ക് മുഴുവനായിട്ടും വരാലോ അല്ലേ? ഈ ഭാഗത്തില്ല എല്ലാവർക്കും വരാലോ, കാരണം അത്രയും ആഴാട്ടാ. എന്തായാലും അടിപൊളിയായി കേട്ടോ. പിന്നെ അതിലൂടെ ഒരു പടവുണ്ട്, അതിലൂടെ ഇറങ്ങാം. പക്ഷെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അവിടെയൊക്കെ എന്തൊക്കെയോ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാം ഇവിടെ നിന്ന് വന്നിട്ട് കാണാം. പിന്നെ ഇവിടെയൊക്കെ എന്തൊക്കെയോ കൊത്തുപണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പോൾ ഇല്ല. ഇതാ ചെറുതായിട്ട് കാണാം. ഹംപിയിലേക്ക് നിങ്ങൾ വരുവാണെങ്കിലും ഹംപിയുടെ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിലും ഒരു 500 വർഷത്തിന് പുറകിലേക്കായി ചിന്തിക്കുക. ആ സമയത്തെ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ, ഇവിടുത്തെ രാജഭരണം, ഇവിടുത്തെ ആ ഒരു കൊട്ടാരം, അങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് സങ്കല്പിക്കുക. ഇപ്പം ഞങ്ങളുള്ളത് ഇവിടുത്തെ റോയൽ പാലസ് ഉണ്ടായിരുന്ന ആ ഒരു ഭാഗത്താണ്. അതായത് ഇവരുടെ മെയിൻ കൊട്ടാരം. ആ കൊട്ടാരം ഇവിടെയാണ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുമോ? ഇപ്പം അവിടെ ഒന്നും തന്നെ ഇല്ല. എല്ലാം ആകെ ഇവിടെ ഒരു ഇങ്ങനത്തെ കാണുന്ന ഇത് മാത്രമല്ലാതെ വേറൊന്നും തന്നെ ഇല്ല. കാരണം എല്ലാം തകർക്കപ്പെട്ടല്ലോ. അതിൻ്റെ വളരെ
അതിൻ്റെ ശേഷിപ്പ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. മഹാനവമി ഡിബയുടെ തൊട്ട് ഇവിടേക്ക് കാണുന്ന ഈ ഭാഗത്താണ് സീക്രട്ട് ചേംബർ ഉള്ളത്. അതായത് വിജയനഗര സാമ്രാജ്യത്തെ രാജാക്കന്മാരുടെ രഹസ്യ അറയാണ് ഈ ഒരു സീക്രട്ട് ചേംബർ. ഈ രാജ്യത്തിൻ്റെ ഖജനാവും ഇവിടെ തന്നെയാണ്. ഇനി ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. രാജാവും മന്ത്രിമാരും അവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ട് ഒത്തുകൂടുന്നതും ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. ഇതിൻ്റെ അകത്തേക്ക് കയറി പോകുമ്പോൾ ഫ്ലാഷ് അടിക്കണം കേട്ടോ. ഫ്ലാഷ് അടിച്ചില്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇത് തന്നെയാണ് ആ ഒരു സ്ഥലമൊക്കെ വരുന്നത്. അതെ അതെ, നല്ല ഇരുട്ടാണ്. ഫ്ലാഷ് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും തന്നെ കാണാനായിട്ട് സാധിക്കില്ല. ഇവിടെ ഇനി ഇത് ഒരുപാട് വഴിയുണ്ടല്ലോ. പണ്ട് ഇവിടെയൊക്കെ രാജാവൻ ഇതിലൂടെ നടന്നതല്ലേ അല്ലേ. ഇവിടെ കുറച്ച് പുഴിയൊക്കെ ഉണ്ട് കേട്ടാ. അങ്ങനെ ഈ ഒരു ഭാഗത്തുനിന്ന് ഇതാ ഇതിങ്ങനെ ഒരു ചുറ്റി വരുന്ന അവസാനം ഈ ഒരു ഭാഗത്തെത്തും. ഇവിടെ ഒരു നടുഭാഗം ശരിക്കും നമ്മുടെ എന്താ പറയാ ഒരു ലോക്കർ എന്നൊക്കെ പറയില്ല. ഖജനാവ് ഇവിടെയല്ലേ ഉണ്ടായത്. ഈ ഒരു ഭാഗത്താണ് ഖജനാവ് ഉണ്ടായത്. അത് രാജ്യത്തിന്റെ മുഴുവനും സ്വർണവും പണം എല്ലാം ഉണ്ടാവുമല്ലോ, അതൊക്കെ ശേഖരിച്ചത് ഇവിടെയാണ്. ഇവിടേക്ക് എത്ര പൈസകളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ എത്ര നമ്മൾ ഈ പറഞ്ഞ വിജയനഗര സാമ്രാജ്യത്തിൽ എത്ര മീറ്റിങ്ങുകളൊക്കെ നടന്നിട്ടുണ്ടാവൂല. പിന്നെ ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ നടന്നിട്ടുണ്ടാവുമല്ലോ. ഇനി ഇപ്പൊ ഇതിന്റെ അകത്ത് ഇത് നമ്മളിപ്പോൾ വന്ന വഴിയല്ലേ. ഇതിപ്പോൾ നമ്മൾ വന്ന വഴി. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്തേത്തെ ഒരു കാഴ്ച കേട്ടാ. ഇനിയിപ്പം ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുവാണ്. അതുപോലെ നവി, ഇതിന്റെ അകത്തേക്ക് എന്തെങ്കിലും ഉണ്ടാവുമോ? ഇതിന്റെ അകത്ത് വല്ല നിധിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതൊക്കെ നോക്കിയിട്ടല്ലേ ഇതൊക്കെ സെറ്റ് ആക്കിയത്. അതെ 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 അതെ. എന്നാൽ നേരെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം. സീക്രട്ട് ചേംബറിന്റെ അവിടുന്ന് തൊട്ട് ഇവിടേക്ക് കാണുന്ന ഇതാണ് കിങ്സ് ഓഡിയൻസ് ഹാള്. ഇനി ഇതിന്റെ മുകളിലേക്കൊന്ന് കയറാം. ഈ ഒരു ഭാഗത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇത് രാജാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു കാര്യമാണ്. കാരണം ഈ രാജാവ് പ്രജകളെയൊക്കെ കാണുന്നത് ഇവിടെ വെച്ചാണ്. പണ്ട് ഈ ഭാഗമൊക്കെ ഇങ്ങനെയൊന്നുമല്ല. കാരണം ഇവിടെ ഇങ്ങനെ ഓപ്പണായിട്ട് നല്ല ഉണ്ടായിരിക്കുക, നല്ല തൂണൊക്കെ ആയി രാജാവൊക്കെ വരുന്നതല്ലേ, നല്ല പന്തലൊക്കെ കെട്ടി അടിപൊളി സെറ്റപ്പിലായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഒന്നും തന്നെ ഇപ്പോൾ ഇവിടെ ഇല്ല. കാരണം ആകെ ഈ ഒരു ഇങ്ങനെയുള്ളൊരു ഹാള് മാത്രമേ ഉള്ളൂ. എല്ലാം തൊട്ടടുത്ത് തന്നെയാണ്. റോയൽ പാലസ് അങ്ങ് അവിടെയാണ്, ചേംബർ അങ്ങ് അവിടെയാണ്, നമ്മൾ കയറിയ ആ ഒരു വലിയൊരു പടിക്കെട്ട് അവിടെയാണ്. പിന്നെ ഇവിടെ തന്നെ ആയിട്ട് ഒരു ടെമ്പിളും കൂടി ഉണ്ട്. ആ ടെമ്പിളിന്റെ പേരാണ് അസര രാമ ടെമ്പിൾ. എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. നമുക്ക് എല്ലാം എന്ന് പറഞ്ഞാൽ 200 മീറ്റർ 300 മീറ്റർ. നമുക്ക് ഗൂഗിൾ മാപ്പ് വെച്ചാൽ ഞങ്ങൾ നോക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണ്ടല്ലോ, ഒരു കോംപ്ലിക്കേറ്റ് ആവേണ്ട വെച്ചിട്ടാണ് ഗൂഗിൾ മാപ്പ് നോക്കുന്നത്. ഹസര രാമചന്ദ്ര ക്ഷേത്രം. ഇതൊരു രാമക്ഷേത്രമാണ്. അകത്തേക്ക് കയറുമ്പോൾ ചെരുപ്പ് അവിടെ ഉരുവാക്കണം. ഇവിടെ എൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഇവിടെ എൻ്റെ ഒരു വലിയൊരു ബോർഡുണ്ട്. അതിനെപ്പറ്റി ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ ഒരു എഴുത്തുണ്ട് കേട്ടോ. നമുക്കതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെങ്കിൽ. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ അകത്തോട്ട് കയറാം. നമുക്ക് ഇവിടെ ആയിട്ട് ചെരുപ്പ് ഇടാം. വേറെ പ്രത്യേകിച്ച് എന്താ പറയുക, ലോക്കിംഗ് സിസ്റ്റം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ജസ്റ്റ് ഊരി വെക്കാം അല്ലേ. വിരൂപാക്ഷ ക്ഷേത്രമാണെന്നുണ്ടല്ലോ, അവിടെ നമുക്ക് 2 രൂപ കൊടുത്തിട്ട് വേണം ചെരുപ്പ് വെക്കാം. ലോക്കറിങ് ഉണ്ട്. ഇത് രാജകുടുംബത്തിൻ്റെ തന്നെ ക്ഷേത്രം തന്നെയാണിത്. അകത്ത് കയറുമ്പോൾ ഇങ്ങനെയാണുള്ളത്. ഈ ഭാഗത്തായാലും നമുക്ക് ഇവിടേക്ക് വന്നിരിക്കാം കേട്ടോ. ഓരോ കൊത്തുപണികളാണ് ഈ ഒരു തൂണിന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിലെ എൻജിനീയറിംഗ് മാർവൽ അത് നമുക്ക് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. കാരണം ഇത്രയൊന്നും ആധുനിക സാങ്കേതിക വിദ്യയൊന്നും വളർന്നിട്ടില്ലല്ലോ. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇത്രയും വിസ്മയം അവരൊന്ന് കാണിച്ചു തരുന്നില്ലേ. ഈ ക്ഷേത്രത്തിൻ്റെ പേര് അസാര രാമക്ഷേത്രം എന്നാണല്ലോ. അസാര എന്ന് പറഞ്ഞാൽ 1000 എന്നാണ് അർത്ഥം. അതായത് ഇതിൻ്റെ ചുവരുകളിൽ തന്നെ രാമായണത്തിൻ്റെ പാനലുകൾ, നമുക്കതിൻ്റെ ആ ഒരു ചിത്രങ്ങൾ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. രാമായണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളിലാണ് ഇതിൻ്റെ ഈ ഒരു ചുമരുകളിൽ മൊത്തം. എന്നാൽ അന്ന് എങ്ങനെ ഇതൊക്കെ കൊത്തിയെടുക്കുന്നതല്ലേ. ആ ഒരു കറക്റ്റ് ആംഗിളാണ് എല്ലായിടത്തും. നോക്കിയേ, ആ ഒരു അമ്പിൻ്റെ ഇത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാളുടെ ഒരു രൂപം തന്നെ അതേ രീതിയിൽ. ഇവിടെ ഇതാ കുതിര വരെ അതേ രീതിയിൽ. അയ്യോ, സമ്മതിക്കണം ആ സമയത്തെ ഈ ഒരു കലാകാരന്മാരെയൊക്കെ.
അടുത്തത് ഞങ്ങൾ പോകുന്നത് ലോട്ടസ് മഹൽ എന്ന് പറഞ്ഞുള്ളൊരു സ്ഥലത്തേക്കാണ്. ഇവിടെ ഹസരരാമ ക്ഷേത്രത്തിൽ നിന്ന് 500 മീറ്റർ ഉണ്ട്. ഈ ഒരു വഴി തന്നെയാണ് കാണിക്കുന്നത്. പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഇവിടുത്തെ പുരാതന ക്ഷേത്രങ്ങളുടെ ഒരു അവശേഷിപ്പുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഈ കാണുന്നതൊക്കെ അതാണ്, അങ്ങ് അവിടെ വരേണ്ടത്. ഇവിടെ ടാർ ചെയ്തിട്ടില്ല, ഒരു വണ്ടി പോകുമ്പോൾ നല്ല രീതിയിലുള്ള പൊടിയാണ്. ലോട്ടസ് മഹൽ, എലിഫൻറ്റ് സ്റ്റേബിൾ, റംഗ ടെമ്പിൾ എല്ലാം ഈ ഒരു ഭാഗത്തേക്കാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം. ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഇവിടുത്തെ ട്രഷറി ബിൽഡിംഗ് ഒക്കെ ഉള്ളത്. പിന്നെ ഇപ്പം മഴ പെയ്ത് തുടങ്ങി, ചെറിയ തോതിലേ ഉള്ളൂ, അത് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾക്ക് എടുക്കേണ്ട കാര്യം വരുന്നില്ല. എന്താ അറിയുക, നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ടെമ്പിളിൽ പോയ സമയത്ത് അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ എന്താ പറയുക 50 രൂപയുടെ ആ ഒരു പിറകിലെ ചിത്രമില്ല, നമ്മുടെ പ്രധാനപ്പെട്ട ടെമ്പിൾ ഉണ്ടല്ലോ, വിട്ടല ടെമ്പിൾ. അവിടെ കയറണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് വേണം. അപ്പോൾ അവിടെ തന്നെ എടുക്കുമ്പോൾ 35 രൂപയാണ് ഒരാൾക്ക് വരുന്നത്, 2 ദിവസം 70 രൂപ. അപ്പോൾ അവിടുത്തെ ടിക്കറ്റ് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ആ ടിക്കറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ഇങ്ങോട്ട് വരാം. ഇവിടുന്ന് വേറെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടുത്തെ മ്യൂസിയത്തിലും കയറാം. അതായത് നിങ്ങൾ എവിടെന്നെങ്കിലും ടിക്കറ്റ് എടുത്തു എന്ന് കൂട്ടിക്കോ, ആ ടിക്കറ്റ് കൊണ്ട് ഒരു ദിവസം മുഴുവൻ ഹംപിയിലത്തെ എവിടെ വേണമെങ്കിലും ആ ടിക്കറ്റ് കൊണ്ട് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഹംപിയിൽ എല്ലാ സ്ഥലത്തും ടിക്കറ്റ് വേണ്ട കേട്ടോ. എല്ലാ സ്ഥലത്തും വേണ്ട, ടിക്കറ്റ് വേണ്ട സ്ഥലത്ത് മാത്രം. ഇത് ഇവിടുത്തെ വാച്ച് ടവറാണ്. അതായത് ഇതിന്റെ മുകളിൽ നിന്നാണ് ഈ ഒരു രാജ്യത്തിന്റെ എന്തെങ്കിലും വല്ല ആക്രമികളൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ അതിന്റെ മേളിൽ നിന്നാണ് അറിയാൻ പറ്റുക. പക്ഷെ അതിന്റെ ആ മുകൾ ഭാഗം ഭാഗികമായി തകർന്നിട്ടുണ്ട്. അതായത് നുഴഞ്ഞു കയറുന്നുണ്ടോ, അങ്ങനെ ദൂരത്ത് നിന്ന് ആക്രമണം വരുന്നുണ്ടോ എല്ലാം നോക്കുന്നത് ആ ഒരു വാച്ച് ടവറിന്റെ മുകളിൽ നിന്നായിരിക്കാം. ലോട്ടസ് മഹലിന്റെ ചെറിയൊരു കാര്യവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു മഹല്. ഈ ഒരു ഭാഗം വഴിയൊക്കെ നമുക്ക് നടന്നിട്ട് പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ വലിയൊരു മതിലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തകർന്നിട്ടുണ്ട്. കണ്ടത് മുഴുവനായിട്ടും ഇതിനെ കവർ ചെയ്തിട്ടുള്ളൊരു മതിലായിരിക്കും അത് അവിടുന്ന് കണ്ട ആ ഭാഗമൊക്കെ മുഴുവനായിട്ടും തകർന്നിട്ടുണ്ട്. പിന്നെ അതും നേരത്തെ കണ്ട പോലെ ഒരു വാച്ച് ടവറിനെ പോലത്തെ ഒരു സംഭവം തന്നെയാണ്, അതവിടെ ഉണ്ട്. അതിനൊന്നും പറ്റില്ല കേട്ടോ. ഇവിടെ വേറെ എന്തൊക്കെയോ വർക്കൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇതൊരു കിണറാണ്, ഇവിടുത്തെ മൂടിയിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്തേക്ക് വരാൻ കാണാൻ പറ്റുമോ ചോദിച്ചാൽ ഇവിടെ നല്ല താഴ്ചയുണ്ടല്ലോ. ഇതിന് നല്ല താഴ്ചയുണ്ട്. ഇതാ വെള്ളമുണ്ട്, പക്ഷെ മോശം വെള്ളമാണ്. ലോട്ടസ് മഹൽ അഥവാ താമരയുടെ കൊട്ടാരം എന്നാണ് ഇതിനെ അർത്ഥമാക്കുന്നത്. ചിത്രാംഗി മഹൽ എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇതിന് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണും, ആകെ 27 തൂണുകളാണുള്ളത്. ഇത് പണി കഴിപ്പിച്ചത് ഇഷ്ടികയും ചാന്തും കൊണ്ടാണ്. ഇതിന് കാര്യമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ ബാക്കി ഇവിടുത്തെ കാണുന്ന എല്ലാ ഗോപുരത്തിനായാലും എന്തെങ്കിലും ഒരു കേടുപാടുകൾ ഉണ്ടാവും. ഡക്കാൻ സുൽത്താനേറ്റുമാരാണ് ഇതൊക്കെ എന്താ പറയുക ആക്രമിച്ചത്. ഹംപി ആക്രമിച്ചത് അവരായിരുന്നു. പക്ഷെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ തന്നെ ലോട്ടസ് മഹലിന് കാര്യമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു നാശനഷ്ടം നമുക്ക് എടുത്ത് കാണുന്നില്ല. ഇതൊന്നും തൊട്ടില്ലാന്ന് തോന്നുന്നല്ലേ, അല്ലെങ്കിൽ ഇതൊന്നും ബാക്കി ഉണ്ടാവില്ലല്ലോ. നമ്മുടെ മറ്റേ പാലസൊക്കെ ഇല്ലേ, അത് പോയി ആ വരുന്ന ക്ഷേത്രങ്ങൾക്ക് അതിന്റെ ഒരു നാമാവിശേഷമല്ലേ മൊത്തം. പിന്നെ തീർച്ചയായും അതൊന്നും തന്നെ ഇല്ല. എലിഫന്റ് സ്റ്റേബിൾ. ഇനിയിപ്പോൾ ഹംപിയിൽ വന്നിട്ടുണ്ടെങ്കിൽ പ്രധാനമായും കാണേണ്ട ഒരു നിർമ്മിതിയാണിത്. ഇതൊരു ആനത്തൊഴുത്താണ്. അത് സാധാരണ ആനകൾക്ക് ഉള്ളതല്ല, രാജകീയ ആനകൾക്ക്, അതായത് ഈ രാജാവിൻ്റെ കീഴിലുള്ള ആനകൾ ഉണ്ടാവുമല്ലോ, അവറ്റകൾക്കുള്ള ആ ഒരു തൊഴുത്താണിത്. നമുക്ക് വേണമെങ്കിൽ ആനത്താവളം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തീർച്ചയായും ഇവിടെ വേണമെങ്കിലും പോവാം. നമുക്ക് ആദ്യം അത് കണ്ടിട്ട് ഇങ്ങോട്ട് വരാം. അവിടെ പുറത്തന്നെ ഒരു സ്റ്റാച്ചു കൂടി ഉണ്ട്. 1565 വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനത്തിലേക്ക് നയിച്ച ആ ഒരു മുഗൾ ആക്രമണത്തിൽ കാര്യമായ കേടുപാടുകളൊന്നും സംഭവിക്കാത്ത ചുരുക്കം ചില നിർമ്മിതികളിൽ ഒന്നാണ് ഈ പറയുന്ന എലിഫന്റ് സ്റ്റേബിൾ. നമ്മുടെ മുന്നിൽ കാണുന്നത്. അതിന്റെ ചുറ്റും ഇപ്പുറത്ത് തന്നെ വേറൊരു കെട്ടിടവും നമുക്ക് കാണാം. ഇതാണ് ഗാർഡ്സ് ഹൗസ്. ഈ ഒരു ഭാഗത്തിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു പ്രതിമയുണ്ട്, ഒരു ആനേൻ്റെയാണ്. പക്ഷെ അതിൻ്റെ തുമ്പിക്കൈയൊന്നുമില്ല കേട്ടോ, അതൊക്കെ പോയി. വിജയനഗര സാമ്രാജ്യത്തിലത്തെ ട്രഷറിക്ക് സുരക്ഷ നൽകുന്നതിന് വേണ്ടി തന്ത്രപരമായി ഉണ്ടാക്കിയ ഒരു കെട്ടിടമാണ് ഈ ഒരു ഗാർഡ്സ് ഹൗസ് വരുന്നത്. ഇനി ഈ ഒരു തൊഴുത്തിൻ്റെ, അതായത് ആനത്തൊഴുത്തിൻ്റെ ഭാഗത്തോട്ട് നമുക്ക് നടക്കാം. എത്ര ആനകൾക്ക് ഇവിടെ ഒരേ സമയം വരാനാവും എന്നൊക്കെ നമുക്ക് നോക്കണമല്ലോ. തീരെ ആൾക്കാരേ ഇല്ല കേട്ടോ. മിക്കവാറും മനു
എന്റെ ഒരു അഭിപ്രായത്തില് ആ ആന ഇവിടെ നിൽക്കുമല്ലോ, ആ അപ്പൊ ആ ആന നേരെ ഇങ്ങനെ മുന്നോട്ട് നിൽക്കുന്നത് വെച്ച് നോക്കുന്നത് നമ്മളിപ്പോ തൃശ്ശൂർ പൂരത്തിന് കാണാറില്ലേ, അതെ 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 നിരക്കനെ നിൽക്കും. അതായിരിക്കാം എന്റെ ഒരു പൂവാണ്. തീർച്ചയായും അങ്ങനെ തന്നെ ആയിരിക്കും. ഇതിന്റെ അകത്ത് അങ്ങനെ തന്നെ. ഓ ഇത് അങ്ങോട്ട് പോകാൻ പറ്റില്ല അല്ലേ? ഒരു ആനക്ക് മാത്രമുള്ള ഒരു സെറ്റപ്പാണ് ഇത്. ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെയാണ്. എന്തായാലും ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വന്ന് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇതിൻ്റെ അപ്പുറത്തുള്ളതും ഏകദേശം സെയിം തന്നെയാണ്. ഇത് ഒരു അണ്ണാൻ പോകുന്നതാ, ഒന്നൊന്നല്ല കുറേ ഉണ്ട് കേട്ടോ. ഇതാ കയറി പോന്നാ അവിടെ നിന്ന് കിട്ട്. ഇനി അധികം ഐറ്റങ്ങളെ പേടിപ്പിക്കണ്ട. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാം, അടുത്തൊരു സ്ഥലത്തേക്ക് പോവാം. ആനത്തൊഴുത്തിൻ്റെ അവിടുന്ന് ഞങ്ങളിനിപ്പോൾ പോകുന്നു അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ. ഇവിടുന്ന് കറക്റ്റ് 1 കിലോമീറ്റർ ഉള്ളത്. ഈ വഴി തന്നെയാണ് കാണുന്നത്. ഞങ്ങൾ ഹംപിയിലൂടെ നടക്കുമ്പോൾ നിങ്ങളൊന്ന് കാലാവസ്ഥ നോക്കിയ സുഹൃത്തുക്കളെ, മുഴുവൻ ഇരുട്ട് കെട്ടി വരികയാണ്. പിന്നെ ഇവിടെയൊക്കെ വലിയ വലിയ പാറക്കഷ്ണങ്ങളാണ് കേട്ടോ ഇത്. ഇത്ര ഹൈറ്റിലാണുള്ളതെന്നറിയോ ഇതൊക്കെ. ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ മുഹമ്മദൻ വാച്ച് ടവർ, ബന്ദ് ടവർ, മോസ്ക്, ഇതൊക്കെ ഈ ഒരു ഭാഗത്താണുള്ളത്. പക്ഷെ ഇവിടെ മുഴുവനും കാട് കയറിയിട്ടാണ് ഉള്ളത് കേട്ടോ. നടക്കാൻ ചെറിയൊരു വഴിയുണ്ട്. ബന്ദ് ടവർ അതാണ് അവിടെ ഒരു ചെറിയ രീതിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടത്തേക്ക് ആൾക്കാരധികം വരുന്നില്ല കേട്ടോ, കാരണം മുഴുവനും കാടാണല്ലോ. അവിടെയാണ് ആ ഒരു ഇതൊക്കെ ഉള്ളത്. നടന്നു പോകുന്ന വഴി ഈ കാട് പിടിച്ചുകൊണ്ട് നമുക്കൊന്ന് ഇഴജീവികൾ നോക്കണമല്ലോ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വിജയനഗര സാമ്രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ ക്ഷേത്രങ്ങൾ മാത്രമല്ല ഈ പള്ളിയൊക്കെ ഈ ഭാഗത്തുണ്ടായിരുന്നു. വിജയനഗര സാമ്രാജ്യം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന് തന്നെയായിരുന്നു ലക്ഷ്യം ഉണ്ടായത്. അവിടെയാണ് ആ ഒരു മോസ്കൊക്കെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒന്നും ചെറിയൊരു അവശേഷിപ്പ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. മഴയില്ല, പക്ഷെ നല്ല കാറ്റാണ്. ഇതാ നല്ല രീതിയിൽ തന്നെ കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെങ്ങിൻ്റെ ആയാലും ഈ മരത്തിൻ്റെ അടിയിലൂടെ പോകുമ്പോൾ നല്ല രീതിയിൽ പേടിക്കണം. അല്ലാതെ തന്നെ ഹംപിയിൽ നല്ല കാറ്റാണ്. ശിവക്ഷേത്രത്തിൻ്റെ ഇവിടെ ഇതാ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അവിടെയാണ് ആ ഒരു പള്ളീൻ്റെ ഭാഗമുള്ളത്. ഇതല്ല ക്ഷേത്രം കേട്ടോ. ഞങ്ങൾ ആദ്യം ഇതാണ് ക്ഷേത്രം എന്നാണ് വിചാരിച്ചത്, അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് അങ്ങനെ വിചാരിച്ചത്. അതല്ല, ക്ഷേത്രം വരുന്നത് ഈ ഒരു ഭാഗത്താണ്, ശിവ ടെമ്പിൾ. ലെറ്റ്സ് ഗോ. നമ്മൾ റൂമിലെത്തിയ ശേഷം ഈ കാറ്റൊക്കെ വന്നാൽ മതിയായിരുന്നു അല്ലേ? എന്നാൽ കുറച്ചും കൂടെ ഉപകാരമായേനെ. മഴ വന്നാൽ പെട്ടുപോകും ഞങ്ങൾ, കാരണം എവിടെയും കയറി നിൽക്കാനൊരു സ്ഥലമില്ല, ഒന്നുമില്ല, കുട പോലും ഇല്ല ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ. അതുകൊണ്ട് മാക്സിമം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഹംപി കവർ ചെയ്യാൻ പറ്റട്ടെ. നമ്മളിപ്പോൾ അവിടുന്ന് കുറച്ച് ഇറങ്ങി വന്നല്ലോ. അതായത് ഈ ക്ഷേത്രത്തിൻ്റെ ബാക്കി ഭാഗങ്ങളുള്ളത് ഇതിൻ്റെ കുറച്ച് താഴെയാണ്, ഭൂമിൻ്റെ താഴെയാണ്. ഈ ക്ഷേത്രത്തിനെ പറയുന്ന പേര് പ്രസന്ന വിരൂപാക്ഷ ക്ഷേത്രം അല്ലെങ്കിൽ ഭൂഗർഭ ശിവക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റുമോ ആദ്യം നോക്കണം. ഇതാ പ്രസന്ന വിരൂപാക്ഷ ടെമ്പിൾ. ക്ഷേത്രത്തിൻ്റെ മെയിൻ ഒരു ഭാഗം വരുന്നത് ഇവിടെയാണ്. ആ ഭാഗത്തേക്കൊന്നും അധികം പോകുന്നില്ല, കാരണം നല്ല രീതിയിലുള്ള കാടാണ് ആ ഭാഗത്തേക്കൊക്കെ ഉള്ളത്. നമുക്ക് ഈ ഒരു ചുറ്റുപാട് മുഴുവനായിട്ട് ഇറങ്ങാം. നമുക്ക് ആദ്യം പോകുമ്പോൾ ചെരുപ്പ് ഇവിടെ വെക്കാം. ക്ഷേത്രത്തിൻ്റെ അകത്തേക്കൊക്കെ പോകുമ്പോൾ ചെരുപ്പ് ഇവിടെ ഉണ്ടല്ലോ. ഇതിൻ്റെ അടിയിലേക്ക് എങ്ങനെ ഇറങ്ങുക, അതാണ് നോക്കേണ്ടത്. അതായത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഇനിയും താഴിലേക്കില്ല, ഇതൊരു അണ്ടർഗ്രൗണ്ടാണ്. അതായത് ഇതിൻ്റെ റൂഫ് വരുന്നത് മുകളിലാണ്. ഇതാണ് ഭൂമിക്കടിയിലുള്ളത്തെ ഭാഗം. അതായത് ഈ ഒരു ഭാഗത്തൊക്കെ പായലാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെയൊക്കെ മഴയ്ക്ക് പെയ്ത് കഴിഞ്ഞാൽ നല്ല വെള്ളം വരും. വെള്ളമൊക്കെ ഒഴുകിപ്പോകുന്ന ചെറിയൊരു ഭാഗമാണ് ഇതിലൂടെ കാണുന്നത്. ഇങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ച. ഹംപി എന്ന് ഓർക്കുമ്പോൾ നമ്മൾ മലയാളത്തിലൊരു സിനിമയുണ്ട് ആനന്ദം. അവർ ഇവിടത്തേക്കാണ് വിനോദയാത്രയ്ക്ക് വേണ്ടി വന്നത്. ഇവിടെ നിന്നാണ് അതിൻ്റെ കൂടുതലും ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായത്. അപ്പോൾ നമ്മൾ പാർട്ട് 1 നമ്മൾ പോയ ഒരുപാട് സ്ഥലമുണ്ട്, അവിടെയൊക്കെ ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവും. നമ്മളിപ്പോൾ രണ്ടാമത്തെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും ആനന്ദം എന്ന സിനിമ ആണ്. നിങ്ങൾക്ക് നമ്മൾ പകർത്തിയ ഒരു കാഴ്ചകളിൽ മിക്കവാറും ആ സ്ഥലം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ ഇവിടെ സൈക്കിൾ എടുക്കുവാണെങ്കിൽ
ഇങ്ങനെ സൈക്കിളൊക്കെ ഓടിച്ച് സുഖമായിട്ട് പോവാം. നമ്മളെപ്പോലെ നടക്കേണ്ടി വരില്ല. പക്ഷേ എല്ലായിടത്തേക്കും ഈ ഒരു സൈക്കിള് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. എവിടെയാണ് ആ ഒരു മോസ്ക് ഉള്ളത്? ഞങ്ങൾ നേരത്തെ ഓട്ടോ ഇറങ്ങിയ ഭാഗമില്ലേ, നമ്മുടെ ക്വീൻസ് ബാത്ത്, അവിടെ എത്തിയിരിക്കുകയാണ്. ലോട്ടസ് മഹലും അതൊക്കെ പോയി ഞങ്ങൾ ഇതാ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നു കമലാപൂർ. അതായത് ഇവിടുത്തെ ഒരു കൊച്ചു ടൗണാണ്. 850 മീറ്ററാണുള്ളത് ഈ ഒരു ഭാഗത്തേക്ക്, തൊട്ടടുത്ത് തന്നെയാണ്. എന്നാൽ പിന്നെ അവിടുത്തെ വിട്ടതിന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി. കാരണം തിരിച്ചിനി നമുക്ക് ഹംപി നമ്മുടെ മെയിൻ ഭാഗത്തേക്ക് പോകണമെങ്കിൽ അവിടുന്ന് ബസ്സൊക്കെ ഉണ്ടാവും. ഇതുവഴി തന്നെയാണ് പോകുന്നത്. അതായത് ഇപ്പൊ ഇവിടുന്ന് നമുക്ക് ഹംപിയിലേക്ക് 5 കിലോമീറ്റർ ഉള്ള ദൂരം. പിന്നെ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് പോകാൻ കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഹംപിയിലുണ്ടല്ലോ ATM ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാ, കുറച്ച് എന്താ പറയാ കയ്യിൽ പൈസ എടുക്കാൻ ബുദ്ധിമുട്ടി പോയി. അപ്പൊ എടുക്കാൻ മറന്നുപോയാണ്. ഈ കമലാപൂർ ഒരു ATM ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അവിടെ പോയിട്ട് ATM പൈസ എടുക്കണം. നേരെ അങ്ങോട്ട് പോവാണ്. ഇതുവഴി നടന്നു പോകാൻ നല്ല സുഖമാണ് കേട്ടാ. പ്രത്യേകിച്ച് വെയിലില്ലല്ലോ, അതന്നെയാണ് എടുത്തു പറയാനുള്ളത്. നമ്മൾ ഒന്നാമത്തെ പാർട്ട് കണ്ടാൽ മനസ്സിലാവും. ചൂടത്ത് ഞങ്ങൾ പെട്ട അവസ്ഥ അല്ലേ. നല്ല വെയിലായിരുന്നു. നല്ല രീതിയിൽ നടന്നുകൊണ്ട് പെട്ടെന്ന് തളർന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കാര്യമായിട്ട് വൈകുന്നേരം ആയതുകൊണ്ട് ഇതിലെ ചൂട് നമുക്ക് കാര്യമായിട്ട് ഏറ്റില്ല. കമലാപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കാണാം വെൽക്കം ടു ഹംപി. ഇവിടെ നിന്നാണ് ആ ഒരു ബോർഡൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. കന്നഡയിൽ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് സുസ്വാഗത എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു വഴിയാണ് നമ്മളിപ്പോൾ വന്നത്. കമലാപൂർ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് 2 ATM പോയി, 2 സ്ഥലത്തും പൈസ ഇല്ല. പിന്നെ 3ാമതൊരു ATM കൂടി ഉണ്ട്, അവിടെയും കൂടെ പോയി നോക്കട്ടെ. അങ്ങനെ നമ്മുടെ സ്വന്തം SB തന്നെ നമുക്ക് പൈസ കിട്ടിയിരിക്കുകയാണ്. ഇവിടെ ഇതാ കർണാടകേൻ്റെ ഒരു ബസ്സൊക്കെ ഉണ്ട്. ഇനിയിപ്പം ഇവിടുന്ന് നല്ലൊരു ഹോട്ടലുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം എന്നുണ്ട്. നമുക്ക് നോക്കാം. എന്നിട്ട് ഒരു ബസ്സിന് കയറിയിട്ട് തന്നെ നമുക്ക് നേരെ ഹംപി നമ്മുടെ ആ ഒരു ഭാഗത്തോട്ട് പോവാം. നല്ല തിരക്കാ. ഞങ്ങൾ രാവിലെ മുതൽ തന്നെ ഹംപി കാണാൻ ഇറങ്ങിയതുകൊണ്ട് തന്നെ വലിയ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു വിശപ്പുണ്ട്. ഇനിയിപ്പം ഇവിടെ നിന്ന് കഴിക്കണല്ലേ നവി? ഇവിടെ അത്യാവശ്യം ഹോട്ടലുകളൊക്കെ കാണുന്നുണ്ട്, പോയി നോക്കാം. നല്ല നിങ്ങൾക്ക് കിട്ടുമോ നോക്കണമല്ലോ. അതെ, ഇവിടെ നല്ല പ്രത്യേകിച്ച് ഹോട്ടലൊന്നും ഇല്ല. ആകെ ഒന്നും ഉണ്ടായിരുന്നതാ, അത് ക്ലോസ് വന്നു. ഇനിയിപ്പോൾ നേരെ ഹംപിയിലേക്ക് തന്നെ ബസ് കയറി പോവാം. ഇവിടെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂറിന് മുകളിലായി. ഹംപിയിലേക്ക് പോകാനുള്ള ഒരു ബസ് പോലും ഇതുവരെ വന്നിട്ടില്ല. ആകെ 4.2 കിലോമീറ്റർ മാത്രമേ പോകാനുള്ളൂ നമുക്ക്. ബസ് വരട്ടെ, വെയിറ്റ് ചെയ്യാണ്. മഴ ഇപ്പം പെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. അതിന് മുന്നേ തന്നെ വണ്ടിയും വരണം. ഞങ്ങൾക്കൊരു മണ്ടത്തിനെ പറ്റി പോയതാണ്. സമയം ഇപ്പോൾ 6:45. നമ്മളിവിടെ 6:10 ശേഷം ഇവിടെ നിൽക്കാൻ തുടങ്ങിയാണ്. അവസാനം ഒരു പോലീസുകാരോട് ചോദിച്ചു ഹംപിയിലേക്ക് ഇനി ബസ് ഉണ്ടോ എന്ന്. അപ്പോൾ പറഞ്ഞു ഹംപിയിലേക്കുള്ള ബസ് കഴിഞ്ഞു, ഇനി നാളെ ഉള്ളൂ എന്ന്. അവരെ നേരത്തെ നമുക്ക് ഈ ഒരു ചോദിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ ഹംപിയിലേക്ക് ഒരു വണ്ടി വിളിച്ചിട്ടാണുള്ളത്. നല്ല മഴയാണിപ്പോൾ. ഈ ഒരു വണ്ടി ബസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് ഈ ഒരു ഓട്ടോയിൽ വരായിരുന്നു അല്ലേ നവി? നേരത്തെ ഓട്ടോയിൽ വരും ചെയ്യായിരുന്നു. നമുക്ക് ഹംപിയിലെത്തിയ ശേഷം മഴക്കാറാണ് എങ്കിലും നമുക്ക് സൂര്യാസ്തമയം കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് മെയിൻ ആ ഒരു ഹേമകുണ്ട ടെമ്പിളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു മലനിരകളുടെ ഭാഗത്തേക്കൊക്കെ പോയിട്ട് കുറച്ചും കൂടെ വിഷ്വൽസ് പകർത്താമായിരുന്നു. നോക്കാം നമുക്ക്. ഇവിടെ എത്തിയ ശേഷം മഴയില്ലെങ്കിൽ അതൊക്കെ കാണാം. വിരൂപാക്ഷ ക്ഷേത്രം ഉള്ളത് അവിടെയാണ്. പൊരി മഴ ഇവിടെ. ഓട്ടോക്കെ അന്നിറങ്ങി. ഇനിയിപ്പോൾ നമ്മളെ റൂമിലോട്ട് ഓടി പോവാണ്. മഴ നനഞ്ഞു പോവാം അല്ലേ നവി? ഏതായാലും മഴ കുറഞ്ഞ ശേഷം വീണ്ടും പുറത്തിറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാം. ഒന്നും രക്ഷയില്ല. വിട്ടോ വീഴില്ല. എടാ വെള്ളമുണ്ട് നോക്കണം കേട്ടാ. നനഞ്ഞ് കുളിച്ച് നല്ല രസമല്ലേ മഴത്തെല്ലാം പോവാ. അവസാനമായില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഓടിക്കോ. നല്ല മഴ. നനഞ്ഞ് കുളിച്ച് ഇവിടെ ഇപ്പോൾ ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങിയ സമയത്താണ് ഇവിടെ നല്ല മഴ പെയ്തത്. മൊത്തത്തിൽ നനഞ്ഞു. അതുപോലെ ചളി, കാക്ക മൊത്തം നല്ല ചളിയായി. എന്താ പൊന്നു. അവിടെ 1/2 മണിക്കൂർ മേലെ കാത്തു നിന്നാണ് നമുക്ക് ഏറ്റവും വലിയൊരു മണ്ടത്തരം. അത് വെച്ചാൽ നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ബസ് നോക്കണല്ലോ, അത് കാത്തിരുന്ന് മടുത്തു. ഒരു 3/4 മണിക്കൂർ കാത്തിരുന്ന സമയത്ത് ഒരു പോലീസുകാരോട് ചോദിച്ച സമയം പറഞ്ഞു ഇനി ബസ് കിട്ടാൻ ചാൻസ് കുറവാണ്, നിങ്ങൾ വണ്ടിക്ക് പോ, ഇല്ലെങ്കിൽ അതും കിട്ടൂല. ഇല്ലെങ്കിൽ ഇത് അറിയുകയാണെങ്കിൽ ഞങ്ങൾ നേരത്തെ ഓട്ടോ ആക്കി പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുവാണെങ്കിൽ കാണാൻ ചെയ്യാം. ഫുഡും കഴിച്ച് നേരത്തെ വരുമായിരുന്നു. ഇനിയിപ്പം മഴയും നനഞ്ഞു. ഇനിയിപ്പോൾ മഴ കുറയട്ടെ, ഇത് വീണ്ടും പുറത്തേക്ക് ഇറങ്ങാം. മഴ കുറയുന്ന ലക്ഷണമില്ല. ഞങ്ങൾ കുടയെടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. വിരൂപാക്ഷ ക്ഷേത്രം ഇവിടെ തന്നെ കാണാം. നമ്മളെ റൂമുള്ള ഒരു ഭാഗമാണ്. ഇവിടെ ചെറിയൊരു സ്ട്രീറ്റ് ഉണ്ട്. ഇവിടെ വല്ല ഹോട്ടലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും കഴിയാൻ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ഭാഗത്തോട്ട് പോവാം. ഇവിടെ ഹോട്ടലൊന്നും കാണുന്നില്ല നവി.
അവിടെ തുറന്നിട്ടുണ്ടോ നോക്കണം. ബാ പോയി നോക്കാം. ഈ നമ്മുടെ ഈ വഴീൻ്റെ ഇവിടെ തന്നെ ഉണ്ട്, പക്ഷേ ഇവിടുന്ന് ആരും കാണുന്നില്ല. ടോട്ടലി എംപ്റ്റി ആയിട്ടാണ് ഉള്ളത്. കണ്ടതാ, അവിടെ നിന്നും കഴിക്കണോ അതിനിപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങ് പോയി കഴിക്കണോ എന്നൊരു പ്ലാനിലാണുള്ളത്. ക്ഷേത്രത്തിൻ്റെ ഈ ഒരു റോഡില്ലേ, ഇവിടുന്ന് നേരെ ഇനിയിപ്പോൾ ആകെയുള്ളൊരു പ്രതീക്ഷ അങ്ങ് ഒരു ഭാഗത്ത് കുറച്ച് ഇതൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അവിടത്തോട്ട് പോയി നോക്കാം. ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. രാത്രിക്ക് ഇവിടുന്ന് 2 മസാല ദോശ കഴിക്കാമെന്ന് വെച്ചത്. മസാല ദോശ ഇല്ല, അവസാനം 2 വെജ് ഫ്രൈഡ് റൈസ് പറഞ്ഞു. അപ്പോൾ ഒരു 5 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. ഇവിടെ അധികം ആരും തന്നെ ഇല്ല, കാരണം മഴയൊക്കെ അല്ലേ പെയ്ത് പോയത്. ഹംപിയിൽ ഇവിടെയും നോൺ വെജ് ഒന്നും കിട്ടില്ല, അപ്പോൾ നമുക്ക് വെജ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ വെജ് ഫ്രൈഡ് റൈസിന് ഒരെണ്ണത്തിനായത് 150 രൂപയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് സവാളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവർ, പിന്നെ ഒരു ചെറിയൊരു ലെമൺ. ഇതൊന്നും വേണ്ട, ഇത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതാണ്, ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയാം. നല്ല ചൂടുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. ഇതിൻ്റെ മുകളിലേക്ക് കയറി പോകാനുണ്ട്. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഒരു കാറ് റിവേഴ്സ് ചെയ്യുകയാണ് ഇവിടുന്ന്. ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ആ ഒരു ഹോട്ടൽ വരുന്നത്. ഇവിടെ ഇപ്പോൾ കറണ്ട് പോയിട്ടാണ് ഉള്ളത്. എവിടെയും കറണ്ടില്ല, നമ്മുടെ റൂമിലും ഉണ്ടാവില്ല. അയ്യോ, പെട്ടുപോയല്ലോ. എന്നാലും ഹംപിയിൽ വന്നിങ്ങനെ പോവേണ്ടി വന്നതിൽ ഒരുപാട് വിഷമമുണ്ട്. അവസാനം നല്ല മഴയും വന്നു, കറണ്ട് കെട്ടും. ആഹാ, അടിപൊളി. ഇതിൽ പരം സന്തോഷം വേറെന്ത്. ഹംപിയിൽ ഞങ്ങൾ എടുത്ത റൂം ഇതാണ്. ഹംപിയിലേക്ക് വരുന്ന ഒരു വീഡിയോയിൽ ഇതിൻ്റെ മൊത്തം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ 24 മണിക്കൂറിന് ഈ ഒരു റൂം 750 രൂപയ്ക്കാണ് കിട്ടിയത്. പിന്നെ അവസാനത്ത് ഞാൻ ഹംപിയിലെത്തിയിട്ട് ഒരു വിഷമായി എന്ന് പറഞ്ഞില്ലേ, അത് ആ കറണ്ട് പോയ സമയത്ത് അവിടെ മാത്രമേ കറണ്ട് ഇല്ലാത്തില്ലൂ. നമ്മുടെ ഈ ഒരു ബിൽഡിംഗ് ഇല്ലേ, ഈ ബിൽഡിങ്ങിൽ എന്താ പറയുക, ജനറേറ്ററിലുണ്ട് നമുക്ക് കറണ്ട് ഉണ്ട്. അത് ചോർന്നല്ല, നമ്മളെല്ലാം നല്ല രീതിയിൽ ചെയ്തു. എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഹംപി ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകളിൽ നിങ്ങൾക്ക് എന്തുമായാലും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഹംപി സന്ദർശിക്കണം. കാരണം ഇതെന്ന് വെച്ചാൽ സാധാരണ ഒരു എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് സ്ഥലത്തിന് ഉപരി ഒരുപാട് നമുക്ക് ആ ഒരു ചരിത്രം, അതിന് ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ വീഡിയോ തന്നെ പറഞ്ഞാൽ നിങ്ങൾ അത് ഒരിക്കലും ലൈഫിൽ കണ്ടിരിക്കേണ്ട കാര്യമാണ്. കാരണം ഇത് 500 വർഷങ്ങൾക്ക് മുന്നേ നടന്നും ഈ ഒരു വലിയൊരു എന്താ പറയാ ഒരു സാമ്രാജ്യം ഉണ്ടായാണല്ലോ ഇത്. അതായത് ഈ ഒരു ഹംപിയിൽ വരുവാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസമല്ല സ്റ്റേ ചെയ്യേണ്ടത്, 2 ദിവസമെങ്കിലും കുറഞ്ഞത് സ്റ്റേ ചെയ്യണം. അതുപോലെ തന്നെ ഹംപിയുടെ കാര്യം പറയുമ്പോൾ മനു പറഞ്ഞ പോലെ 2-3 ദിവസം മെല്ലെ സാവധാനത്തിൽ കാണാം. അതുപോലെ തന്നെ ഇത് എവിടുന്നാണ്, ഒന്നാമത്തെ പാട്ട് തന്നെ പറഞ്ഞു, എവിടുന്നാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഹംപി എവിടെ നിങ്ങൾക്ക് തുടങ്ങാം, അവിടെ നിന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പല ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ ചിന്നിച്ചെറിയിട്ടാണ് നമ്മുടെ ഹംപിയിലത്തെ ഓരോരോ സ്ഥലങ്ങൾ കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് പോവാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂട്ടർ അല്ലെങ്കിൽ ബൈക്ക് റെന്റ് എടുക്കാം. പരമാവധി നടന്നു പോകുന്നതായിരിക്കും നല്ലത്. സൈക്കിളും കിട്ടും. പിന്നെ ഓട്ടോക്കെ 150 അങ്ങോട്ട് അങ്ങനെയൊക്കെയാണ് വരുന്നത്. അതായത് ഇവിടുത്തെ ഓട്ടോക്കാര് നമ്മളോട് പറയുന്നോ 500 രൂപ തന്നാല് ഈ ഭാഗത്തെ മുഴുവൻ കാഴ്ചകളും കൊണ്ട് കാണിക്കാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൽ പോവാൻ ഒരുപാട് സ്ഥലത്തൊന്നും പറ്റൂല. ഇവർക്ക് ഈ ഒരു റോഡ് സൈഡിലെ അമ്പലങ്ങളിൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്താ പറയാ, ബസ് ട്രാൻസ്പോർട്ടും കുറച്ച് ഇതാണ്. കാരണം അധികം ആൾക്കാരൊന്നും ബസ്സിനെ ആശ്രയിക്കുന്നില്ലല്ലോ, അതൊരു വിഷയമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് നിങ്ങളിപ്പം അടുത്ത ആരെങ്കിലും ഹംപിയിലേക്ക് വരുവാണെങ്കിൽ പിന്നെ നവീനും മനുവും താമസിച്ച ഈ റൂം 750 രൂപയ്ക്ക് ഞങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കണ്ട. കാരണം അതിന്റെ കാര്യം എന്ന് വെച്ചാല് ഇത് ബാർഗൈൻ ചെയ്ത് എടുത്താൽ ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഇത് 1000 മേളിൽ പറഞ്ഞൊരു 1200 വരെ ആ പുള്ളിക്കാരൻ പറഞ്ഞതാണ്. അതിങ്ങനെ നമ്മൾ പറഞ്ഞ് ലാസ്റ്റ് ഞങ്ങളെ ബാഗ് അല്ല, അവസാനം പുള്ളി 1000 പറഞ്ഞു. 1000-ന് നമ്മളിന് മാറൂല അദ്ദേഹം പറഞ്ഞു. എന്നാ ഓക്കെ നമുക്ക് പോവാന്ന് പറഞ്ഞു. ഞങ്ങള് പോകുന്നതിന് എന്നാ 900 ആക്കാം, 900 800 ആക്കാം. അങ്ങനെ അവസാനം 750 ഉറപ്പിച്ചാണ്. ഈ റൂമാണ് 750 താഴെ പിന്നെ അതെല്ലാം നടക്കൂല. അത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു തെറ്റായി പോകില്ല. അപ്പൊ 750 ഒരു ദിവസം മൊത്തം കിട്ടി. അപ്പം അതാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ഏത് ഹോട്ടൽ റൂമിൽ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്യണം. നമ്മളെ ആധാർ കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കണം. ആധാർ കാർഡല്ല എന്ത് ഐഡിയ ആയാലും ശരി കൊടുക്കണല്ലോ. ഇവിടെ ഒന്നും എഴുതി കൊടുക്കാനൊന്നും പോയിട്ടില്ല. കീ മാത്രം തരും. ഇനിയിപ്പോ നാളെ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കീ അവിടെ വെച്ചിട്ട് പൊക്കോന്നാ പറഞ്ഞത്. അതെ, അതാണ്. പിന്നെ ഹംപി നിങ്ങൾ എല്ലാവരും സന്ദർശിക്കണം. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ഒക്കെ അയച്ചാൽ മതി. വാട്സപ്പ് നമ്പർ നമ്മുടെ അബൌട്ടിലുണ്ട് കേട്ടോ. ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ്റെ അതിൽ നമ്മുടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹംപിയിലത്തെ കാഴ്ചകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. 1ാമത്തെ പാർട്ട് കാണാത്തവരാണെങ്കിൽ അത് പോയി കാണുക. 2 പാർട്ട് കണ്ടവർ അതിന്റെ അഭിപ്രായം പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.